2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ പോരാട്ടം നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു നിയോജക മണ്ഡലമാണ് കൊയിലാണ്ടി എന്ന് പറയുന്നത്. വി.ഡി. സതീശൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞതുപോലെ, അടുത്ത തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വിജയിക്കാൻ, യു.ഡി.എഫിനെ അധികാരത്തിലെത്തിക്കാൻ കോൺഗ്രസ് 63 സീറ്റുകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കൊയിലാണ്ടി എന്ന് പറയുന്നത്. കൊയിലാണ്ടി പിടിച്ചെടുക്കാൻ, ഏതുവിധേനയും കൊയിലാണ്ടി തിരിച്ചുപിടിക്കാൻ ശക്തമായ പ്രവർത്തനങ്ങൾക്കാണ് യു.ഡി.എഫ് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിന് ഏറ്റവും നിർണായകമായ ശക്തിയുള്ള നിയോജകമണ്ഡലം എന്ന നിലയിൽ ലീഗ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനായി ആവശ്യപ്പെടുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ PSC മെമ്പറുമായ ടി ഇസ്മായിൽ അടക്കമുള്ള ഏറ്റവും കരുത്തരായ ജനകീയരായ സ്ഥാനാർത്ഥികളെയും ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം തന്നെ നിലവിൽ നിൽക്കെ കഴിഞ്ഞ 2 തവണയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പരാജയം കൊണ്ട് പരാജയപ്പെട്ടു പോയ, വലിയ വോട്ടുകൾക്കും ചെറിയ വോട്ടിനുമെല്ലാം പരാജയപ്പെട്ടു പോയ ഒരു നിയോജക മണ്ഡലം ഏതു വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണകളിൽ മത്സരിച്ച കോൺഗ്രസ് ഐ ഗ്രൂപ്പിന്റെ നേതാവ് N. സുബ്രഹ്മണ്യന് സീറ്റുണ്ടാവില്ല, കൊയിലാണ്ടിയിൽ ഇനി മത്സരിക്കാൻ അവസരമുണ്ടാകില്ല എന്ന വാർത്തയാണ്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ ഒന്നുകിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മുൻ KSU പ്രസിഡന്റും ഇപ്പോൾ NSU സെക്രട്ടറിയുമായ KM അഭിജിത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അഭിജിത്ത് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരനായ ഒരാളാണ് എന്നതും അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അഭിജിത്ത് എന്ന യുവമുഖത്തിന് സ്ഥാനാർത്ഥിയാക്കിയാൽ ഈസിയായി, വളരെ എളുപ്പത്തിൽ, വലിയ ഭൂരിപക്ഷത്തിൽ കൊയിലാണ്ടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF നേതൃത്വമുള്ളത്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ കൊയിലാണ്ടി പിടിച്ചെടുക്കാൻ KM അഭിജിത്തോ K. പ്രവീൺകുമാറോ മത്സര രംഗത്തേക്കും എത്തുമെന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലീഗ് ആവശ്യപ്പെടുകയാണെങ്കിൽ, ലീഗ് അതിനുവേണ്ടി നിലയുറപ്പിക്കുകയാണെങ്കിൽ, കൊയിലാണ്ടി മണ്ഡലം ആവശ്യപ്പെട്ട് ലീഗ് നിലയുറപ്പിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിലും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല.